പോന്ന് പറഞ്ഞതാ, ഇവര് ഇന്നലെ പോന്ന് പറഞ്ഞതാ, ഇവര് പോയില്ല. ഇന്നത്തെ നമ്മുടെ പരിപാടിയാണ് ഫാമിങ്. ചക്ക, കോഴി എല്ലാം നമ്മുടെ സൈഡ് ചിക്സിനൊക്കെ കാണിച്ചു തരാം. ചിക്സിനെ കാണിച്ചു തരാം. അത് കുറെ ചിക്സ് ഉണ്ട്. അതെ, 10-15 ചിക്സ് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ബാക്കി ഫാം എത്തിയിട്ട് കാണാം. ഫാമൊക്കെല്ല ഫസ്റ്റ് പോണം, പിന്നെ ചക്ക തന്നെ പോകണം. ചക്ക അതിന്റെ വാങ്ങാം, പുളി വാങ്ങാം. നോക്കിയൊക്കെ കിട്ടുമല്ലോ, കിട്ടിയ കണക്കൊക്കെ പറിക്കും. ഓക്കെ ബൈ ഗൈസ്. നമുക്കങ്ങനെ നമ്മുടെ വലിയൊരു ചക്കയും കിട്ടി. വലിയ ചക്ക ഇറക്കുമ്പോ കാണിച്ചു തരാം. പിന്നെ ഇതുണ്ടോ, ഫുള്ള് മാങ്ങ, കണ്ണി വാങ്ങല്ലേ? പുളി മാങ്ങ, മറ്റേ ഇങ്ങനെ നല്ല സാധനം. ഇത് എങ്ങനെ തിന്നു കാണിച്ചു തരാട്ടെ നമുക്ക്. ആ ചക്കയുടെ വലിപ്പം നിങ്ങൾ കാണണം ഗൈസ്. അതന്നെ, ഒരു ബിഗ് ആസ് ചക്ക. ഓ അത് കൊണ്ടുവന്നതായിരിക്കാം മൂന്നാൾക്ക് കേൾക്കാന്. ചക്ക വന്ന് എറണാകുളത്തേക്ക് എക്സ്പോർട്ട് ചെയ്യണ ചക്ക എ ഗ്രേഡാ, പൊളിക്കണം. നമ്മളിനി ചിക്സിനെ കാണാൻ പോണ്ടേ? ചിക്സിനെ കാണാൻ കുറച്ചു കൊണ്ട് ഇറങ്ങിയാൽ മതിയോ? പോവാം. ബാക്കി നമുക്ക് സ്ഥലം എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളെ ഫാമത്തെ പിള്ളേരാണ്, എന്ത് പണ്ടെടുത്ത പറഞ്ഞാലും ചെയ്തോളൂ, ഒരു മടിയില്ല. നമ്മളൊന്നും ഇവര് ചുമ്മാ ആണോ, ചുമ്മാ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല, അവര് കണ്ടറിഞ്ഞ് ചെയ്യും. നല്ല കുട്ടികളാ. മറ്റേ 2 മാങ്ങ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം നമുക്ക്. ആ ദൂരത്തേക്കാണ് കുട്ടികളുടെ അമ്മ. നമ്മളിവിടെ ഫാമിലി ആയിട്ട് മാത്രമേ ചിക്സിനെ നോക്കാൻ വരുത്താറുള്ളൂ. അതാണ് നമ്മളിവിടെ ഇട്ടല്ലേ? ആ, ഇവിടെ ഇട്ടാ മതി. ഞാൻ ചിക്സിനെ കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും. ഞങ്ങൾ ചിക്സിനെ കാണിച്ചു തരാം. കമാളിയാ, ഞങ്ങൾ ചിക്സിനെ കാണിച്ചു തരാം. ഓ, ബാക്ക് ക്യാമറ ഓണാക്കണം. ബാക്ക് ക്യാമറ ഓണാക്കിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചിക്സ്. ഇഷ്ടം പോലെ ഉണ്ട്, ലോട്ട് ഓഫ് ചിക്സ്. ബ്രാ ഒന്ന് ഉണ്ടോ ആ സാധനം നോക്ക്, ഇത്ര ഉള്ളോക്ക്. ഒരു 30-35 ദിവസം കഴിയുമ്പോഴേക്കിന് ഒരു 2 കിലോന്റെ അടുത്താവും ഈ സാധനങ്ങൾ. അതാ പോകും. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇങ്ങനെ കൊറേ ഉണ്ട് ഗൈസ് നമുക്ക് ഇവിടെ. നല്ല രസമല്ലേ? ചില സ്മെല്ലുണ്ടാവും. എഞ്ചിനീയർമാരും മാത്രമായ ഇന്ന മാതിരി. യെസ്, ഈസി വേ ടു ബിക്കം റിച്ച് ഫാമിംഗ്. പക്ഷെ റിസ്ക് ആണ്, പണിയെടുക്കണം, വേറെ റിസ്ക് ഒന്നുമില്ല. വേണമെങ്കിൽ ഡോക്ടറായിട്ടും ഫാമിംഗിൽ ഇറങ്ങാം. യെസ്, ഓഫ് കോഴ്സ്. അതെ ഗൈസ്, ചിക്സിനൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഫാമിലാണ്. ഫാമില് മറ്റേ ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ. ഫാമിന്റെ വ്യൂ ഒക്കെ കാണിച്ചു തരാം. യെസ്, എങ്ങനെ ചെന്നാൽ മതിയോ? ഫുള്ള് മരങ്ങളാവും ഇതിനുള്ളില്, ബദാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ. തണലിന് വേണ്ടിയിട്ടോ വേനൽക്കാലത്ത്. അല്ലെങ്കിൽ കോഴികളൊക്കെ ചാവും, നമുക്കൊന്നും കിട്ടൂല. ഇവിടെ നിന്നും എടുക്കാമല്ല. നല്ല സുഖമാണ് ഗൈസ് ഇവിടെ ഫാമില്. ഒരു 10-35 ദിവസം ഇങ്ങനെ കോഴിക്കുട്ടികളൊക്കെ വലുതാവും. അപ്പോൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് ഒരു ചാക്ക് എടുത്ത് പോരുക, എന്നിട്ട് 2 കോഴിക്കുട്ടികളെ 2 കോഴികളെ പിടിക്കുക, ചിക്കൻ കടിയിൽ കൊണ്ട് ഒരു ക്ലീനാക്കി തരും. സുഖമാണ്. പിന്നെ എണ്ണിട്ട് പൊരിക്കാം, വറുക്കാം. ചിക്കൻ ഫ്രൈ മാത്രം കഴിച്ചാൽ പോരെ, ഇതൊക്കെ എവിടെ നിന്ന് വരണേ? അത് തന്നെ ആലോചിച്ചോക്കി. മറ്റേ മുട്ട വരുന്ന 35 ദിവസം, അല്ലെങ്കിൽ മാക്സിമം പോയ 45 ദിവസം അതിൻ്റെ ഉള്ളില്. പക്ഷെ കോഴിക്കാട്ടം വരെ പ്രോഫിറ്റ് ആണ്, കോഴിക്കാട്ടം വരെ സത്യം. അപ്പൊ എല്ലാം അറിയണം. യെസ്, ചിലയിടത്ത് ലൈക്ക് ലോസിലും പോണതുണ്ട്. സീസൺ അനുസരിച്ചിട്ടിരിക്കും. ഈ സംഭവത്തിൽ എപ്പോഴും വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും പ്രൈസിൽ. ഞങ്ങൾ ചിക്കൻ കടയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, എപ്പോഴും എപ്പോൾ ചെറിയ റേറ്റിന് കോഴി കിട്ടും. ഇടയ്ക്ക് 140 റുപ്യ 120 റുപ്യൊക്കെ ആവും കിലോന്. അങ്ങനെ ആകുമ്പോൾ നമുക്കും പ്രോഫിറ്റാണ്. നമ്മുടെ പോളൻ്റെ ഭംഗിയൊന്ന് കാണി. കഴുകിയിട്ടില്ല, അതാണ് ഇങ്ങനെ കിടക്കണം. കഴുകിക്കാണെങ്കിൽ ഒന്നുകൂടി ചേർക്കണ്ടാവും. ചെറിയ വണ്ടി കേട്ടോ, ഈ അടുത്ത് നിൽക്കുമ്പോൾ ആൾക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തോന്നുന്നു. ചൂടുണ്ടല്ലേ, അത്ര ഉള്ളു ആകെ. ഈ വണ്ടിയെ ചെറുത്. അപ്പൊ എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് അടുത്ത ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കി കാണാം. അതല്ല ബായിന്റെ പിന്നെ മറ്റേ ഇന്ന് എന്തായാലും വലിയ പോവും. അപ്പൊ ഇനി മുതൽ എന്റെ അടുത്ത് ആവും വ്ളോഗും കാര്യങ്ങളൊക്കെ. അവനാവും ഫുള്ള് സെറ്റ് ചെയ്യാം. അതെ, മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും.
ഡെയിലി അപ്ഡേറ്റ് ഉണ്ടാവും അധികം. അതെ, അങ്ങനെയാണ് പ്ലാൻ ഇട്ട്. പക്ഷെ എപ്പോഴത്തെയും പോലെ എല്ലാ നൈറ്റും വ്ളോഗ് ഇറക്കണ പോലെ എല്ലാ ദിവസവും ഇറക്കിയെന്നൊന്നും വരില്ല ചിലപ്പോ. പക്ഷെ നമുക്ക് നോക്കാം മാക്സിമം. ബൈ ബൈ. അതെ, അങ്ങനെ ഞങ്ങൾ ചൂട് അതാണ് സഹിക്കാൻ പറ്റാത്തത്. അതെ അതെ, ചൂടൊരു രക്ഷയില്ല. 5 മിനിറ്റ് പുറത്തിറങ്ങിയിട്ട് വണ്ടി കയറിയ വണ്ടിയും ചൂടാവും, വണ്ടിയും കൂളായി കിട്ടാനുണ്ടായി. നല്ല ടാസ്ക്കാണ്. എത്ര കുട്ടി വെള്ളം കുടിക്കുന്നത് ഒരു കയ്യും കണക്കുമില്ല. കണ്ടാലും സർബത്ത് കുടിക്കണ സർബത്തടിക്സ് ആണ് ഇപ്പൊ. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ. ആൾക്കാർക്ക് ഒരു വിചാരം അതെ, വണ്ടികളൊന്നും വന്നാ ആ സൈഡിൽ കൂടെ പോയിക്കൊന്നില്ല. ഇത് നമ്മുടെ സ്ഥലം. ഇവിടെ നമ്മുടെ അടുത്ത് ആരും ഒന്നും ചോദിക്കില്ല. അങ്ങനത്തെ മൈൻഡാണ് ആൾക്കാർക്ക്. എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. സ്വന്തം നാട്ടിൽ വന്നിട്ട് പുറത്തെ ആൾക്കാർ നിൽക്കില്ലല്ലോ, സ്വാഭാവികം. ഇത്രയൊക്കെ തന്നെ ഉള്ളു. ഇനി വീട്ടിലെത്തിയിട്ട് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ഗായ്സ്. അപ്പൊ ഗായ്സ്, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അതെ, wanna see some big ass ചക്ക? അതിന്റെ വലിപ്പം കണ്ടോ? This is my hand. അത്യാവശ്യം വലിപ്പമുള്ള കൈയ്യത്. ഇത് പൊക്കല്ല, ചെറിയ ടാസ്കല്ല. ഒരു ദിവസം ഒരു 10 ചക്ക ഇട്ട് കഴിഞ്ഞാൽ 6 pack ആക്കാം നമുക്ക്. ഒരു 3-4 മാസം കിട്ടി. വലിപ്പം നോക്കി ഈ പഞ്ചായത്ത് ഒത്ത കൊടുക്കും നമ്മള് ചക്ക. അത് അറിയില്ല, അവിടെ വെച്ചോന്നുണ്ട് കസേരയുടെ അവിടെ. ഇതാണ് ഞങ്ങളുടെ തൊടു. നമ്മൾ മാങ്ങയിടാൻ പോവുകയാണ് ഗൈസ്. ദിസ് ഈസ് ഡാഡി കൂൾ. ഞാൻ ഡാഡിയും മോനും കൂടി തൊടുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. എന്തൊറ്റി മാങ്ങ കിട്ടിയില്ല ഗൈസ്. നെറ്റ് ലൂസാണ്. കിട്ടി ഗൈസ്. കിട്ടി ഗൈസ്. ഓ, ഇതാണ് മറ്റേ ചക്കയുടെ വലിപ്പമുള്ള മാങ്ങ എന്ന് പറഞ്ഞത്. നല്ല വലുതായി. We have lots and lots of മാങ്ങ. And we have a വാഴ. എല്ലാവർക്കും സമക്കാരായിട്ടുള്ള വാഴയുണ്ട്. എന്റെ പ്രായമുള്ള വാഴയുണ്ട്.
മാറ്റി വെക്കാം. അർത്ഥം ഞാൻ വീണ്ടും വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞു ഇവരെയൊക്കെ പറ്റിച്ച് ഗൈസ്. നമ്മളെ മാത്രം അറിഞ്ഞാൽ മതി. പണിയെടുക്കാൻ മടിയാകുമ്പോൾ ഞാൻ അപ്പം ഇറങ്ങും. ഞാൻ വ്ളോഗ് എടുക്കുക, നിങ്ങൾ പണിയെടുക്കുമെന്ന് പറഞ്ഞു. ക്ഷീണിച്ചോ? അതെ, മേല് വേർത്താ പ്രശ്നമാണ്, വേർപ്പിന്റെ അസുഖം ഉണ്ടെന്ന്. സീൻ. തേങ്ങ ഏതാ മാങ്ങ ഏതാന്ന് അറിയാത്ത അവസ്ഥയായിരിക്കും. ഇനി എന്താ പണി? മതി. നമ്മുടെ ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ് ഗൈസ്. ഒരു ബക്കറ്റ് ഫുള്ള് വാങ്ങേണ്ടത് നമുക്ക്. ഇത് നമുക്ക് കൊച്ചി കൊണ്ടുപോകാൻ കേട്ടോ. ഞാൻ പറയുമ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ഇതേപോലെ മറ്റേ ഫാം. അതെ, ഇല്ല ഉപ്പാല അധികം കാണിക്കുന്നൊന്നുമില്ല ഇവിടെ. ഇപ്പം എല്ലാവർക്കും പേടിയാ ഞങ്ങളെ. അപ്പൊ വ്ളോഗ് ഇടുന്നത് ഇതെല്ലാം കൂടി വെക്കാനായിട്ട് സ്ഥലം ഉണ്ടാവില്ല കേട്ടോ വണ്ടിയിൽ. അല്ലെങ്കിലേ ഫുള്ളാ. സ്ഥാനല്ല ഇത്രയും മഴ. ഇത് മെയിനായിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ എല്ലാവർക്കും റിലേറ്റബിൾ ആവും. കുറച്ച് ബാക്ക് കിട്ടോ. മറ്റേ ഈ ഇപ്പന്മാരുടെ മെയിൻ സ്വഭാവം ഞായറാഴ്ച വലിക്കൊരു പണിയില്ലെങ്കിൽ ഇങ്ങനെ പണി വരും. ഇത് ആദ്യത്തെ പരിപാടി ഒന്നുമല്ല. കൊഴങ്ങിന്ന് പറഞ്ഞാലും ഇവർക്ക് സമ്മതിച്ചാൽ പറ്റൂല. നമ്മൾ വെറുതെ പറ്റൂല. ഞായറാഴ്ച എന്തൊക്കെ പണിയെടുപ്പിക്കുന്ന അറിയോ? പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാവരും റിലേറ്റബിൾ ആവും. റീൽസൊക്കെ കാണലുണ്ട് സ്കൂളിൽ. ലൈറ്റ് ഇങ്ങനെ പിടിച്ചെടുക്കണം പറഞ്ഞിട്ട് ചൂടാൻ കണ്ടിട്ടില്ലേ? മെയിനായിട്ട് ചെക്കന്മാർക്കുള്ള പണിയാണിത്. ചെക്കന്മാര് വെറുതെ ഇരിക്കണ കണ്ടു കഴിഞ്ഞാല് വീട്ടുകാർക്ക് ഒരു ഇടങ്ങേറാ. ഇത്ര മാങ്ങുണ്ട്. ഓരോന്നിന്റെ സൈസ് നോക്ക്. മാങ്ങകൾ വിൽപ്പനക്ക് കിലോന് വെറും കുറച്ചുകൂടി പൊക്കി പിടിക്കും. കിലോന് എത്ര ഉറുപ്പിക ഉണ്ടാവും? കിലോന് എത്രയാണെന്ന് എനിക്കറിയില്ല. സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാം. അതെ, ഞങ്ങള് ഓരോ മാങ്ങ ഗീവ് അവേ കൊടുക്കുന്നതായിരിക്കും ഗൈസ്. ഞങ്ങൾക്ക് 1K സബ് ആവുമ്പോ നമ്മള് മാങ്ങയൊക്കെ, അതെ, മാങ്ങ തേങ്ങ ചക്കയൊക്കെയാണ് ഞങ്ങൾ ഗീവ് അവേ കൊടുക്കാൻ പോണേ. പിന്നെ ഇടക്കിടക്ക് കോഴിക്കുട്ടികളും വലുതാവുമ്പോ ഞങ്ങള് സെറ്റാക്കി തരാം. അതെ, പോയി പണിയാക്കി ഒന്നും തരൂല. അതെ, വേടക്ക് കണ്ടാ മതി ഇതൊക്കെ. ബക്കറ്റ് നിറഞ്ഞിട്ട് We lost one മാങ്ങ. മുകളിലോട്ട് പോയാൽ പിന്നെ വീട്ടിലോട്ട് പോയിട്ട് അടുത്ത് എന്തെങ്കിലും പണി ഉണ്ടോന്ന് ചോദിച്ചോ. ഇനി ചോറ് കഴിക്കാതെ ഞാൻ പണിയെടുക്കില്ല കേട്ടോ. എന്താണ് നമ്മുടെ എൻടോർക്ക് അവഞ്ചേഴ്സ് എഡിഷൻ. മുറ്റത്ത് ഫുള്ള് വണ്ടികളാണ്.
അപ്പൊ ബാക്കിന് ചോറ് വന്നിട്ട് കാണു ഗൈസ് കാണും. വേർപ്പിന്റെ അധ്വാനിക്കുന്ന പിള്ളേരെ ഞങ്ങള് പണിയെടുക്കും ക്ഷീണം മട്ടൻ മാംഗോ ജ്യൂസ്. വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. പണിട്ട് ക്ഷീണില്ലാത്തോണ്ടാ. റിവ്യൂ പറ മാങ്ങ ജ്യൂസിന്റെ. മാങ്ങ നൈസാണ്. ഇതാട്ടെ ശരിത്തെ മാങ്ങയല്ലേ? അല്ല, പുറത്തുനിന്ന് വാങ്ങിയ മാങ്ങ. നല്ല രസമുണ്ട്. കൊള്ളാം ഗൈസ്. അത്യാവശ്യം കൺസിസ്റ്റൻസിയാണ്. എന്നാൽ വലിയ തിക്കുമില്ല. അതെ, നല്ല ടേസ്റ്റ്. നമ്മളെ മാങ്ങ ഇപ്പം അറുത്ത മാങ്ങ വല്ലാണ്ട് പഴുത്ത രസം ഉണ്ടാവില്ല. മീഡിയം പൈപ്പിൽ തിന്നണം. നല്ല ടേസ്റ്റാണ്. മതി മതി. ഇന്നത്തെ എപ്പിസോഡിൽ ഫുള്ള് മെയിൻ നീയാ. തുടക്കം തൊട്ട് നിന്നെ ഹൈലൈറ്റ് ചെയ്തേക്കളെ. അതെ അതെ ഗൈസ്, ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി. ഇപ്പം എല്ലാവരും ഉണ്ട്. 2 വണ്ടി ഫുൾ ആൾക്കാരായിട്ടാണ് ഞങ്ങൾ പോണത്. എങ്ങോട്ടോ? ഞങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടൽ തപ്പി ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് ചിക്കനും മട്ടനും ബീഫും കഴിച്ച് മടുത്ത് ഞങ്ങൾക്ക് വേണ്ടെന്ന് തീരുമാനിച്ചു. 4 ദിവസമായിട്ട് ബിരിയാണി. 4 ദിവസമായിട്ടല്ല, 2 ആഴ്ചയായിട്ട്. നിങ്ങൾ വന്നിട്ട് 2 ആഴ്ചയായി. 2 ആഴ്ചയായിട്ട് 2 ആഴ്ചയായിട്ട് വീട്ടിൽ ചിക്കൻ മാത്രമേ ഉള്ളൂ. 2 കിലോ കൂടി. ഇനി ജിമ്മിൽ കൊണ്ടുപോകാൻ നിവർത്തില്ല. പക്ഷെ ഞങ്ങൾ ജിമ്മിൽ തന്നെ പോകില്ല, പണിയെടുക്കണ്ടേ. ഇങ്ങനെ നടക്കും ഞങ്ങള്. അപ്പോൾ 2 വണ്ടി ആൾക്കാരായിട്ട് ഞങ്ങൾ ഇറങ്ങിക്കാണ് വെജിറ്റേറിയൻ ഹോട്ടൽ തപ്പിയിട്ട്. കൃഷ്ണക്ക് എന്താ പറയാനുള്ളത്? പറയൂ. എന്താ എന്ത് എന്ത് നമ്മൾക്ക് ത്രെഡ് ചെയ്യാന്ന് പറ്റില്ല. കൈലാസ് ഏതൊരു വ്ളോഗിൽ പറഞ്ഞു ത്രെഡ് ചെയ്യാനൊന്നും നടന്നിട്ടില്ല. വല്ലാണ്ട് മുഖത്തേക്ക് വെളിച്ചടിക്കുന്നുണ്ട് കേട്ടോ. സൺ കിസർ വല്ലാണ്ട് മൂഞ്ചു. സൺറൂഫാണ് ആകെ മൂഞ്ചലുണ്ട്. ഉമ്മാര് വെയിലാ പുറത്ത്. അപ്പൊ ഈ അടുത്ത കുറച്ച് സംസാരങ്ങളായിട്ട് ആളിയെ ഹായ് ഗായ്സ്. അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടി ഉച്ച ഡേ ഔട്ട്. അങ്ങനെ നമ്മള് ഈ പൊരുമേലത്ത് ഇന്ന് പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ചോണ്ട് ആർക്കും ഫുഡൊന്നും ഉണ്ടാക്കാൻ വയ്യാത്തോണ്ടും കൂടി നമ്മൾ പിന്നെ പച്ചക്കറി തേടി ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. നല്ല ചോറും നല്ല പച്ചക്കറി കൂട്ടാനും. അതെ, അവിയലിട്ടില്ലെങ്കിൽ സ്വഭാവം മാറുന്നതാണ് ഇൻവെർട്ടർ പറയുന്നത്. അപ്പൊ അവിയലും പാലടി പാലട കുടിച്ചെന്ന് ഹൈ ആവണം. പാലട ഹൈ. അതെ, ഇവലെന്ന് എന്തായാലും ഞങ്ങൾ പറഞ്ഞയച്ചിരിക്കും. ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞതാണ്. ഇന്നെങ്കിലും ഇവലൊന്ന് പോയി തരുന്ന ഞാൻ വിചാരിക്കുന്നു. എന്റെ റൂമൊക്കെ കൈയടക്കി ഇരിക്കുകയാണ് തോന്നിട്ട് വന്നിട്ട്. അതെ, കൊച്ചിയിലുണ്ട്. കുറെ നാളായി അടച്ചിട്ടിട്ട്. അതെ, ആ ഒരു ബോധം ഇവർക്കുണ്ട്. അതുകൊണ്ട് ഇവരൊന്ന് പോവും. അതുകൊണ്ട് കുഴപ്പമില്ല. അതെ, ഉടുപ്പിയിലോട്ട് എത്തി. സദ്യ കഴിച്ചിട്ട് ബാക്കി സദ്യ കഴിക്കണത് കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഓക്കെ, ചിക്കനൊക്കെ ഒന്നും മടുത്തില്ല. ഇങ്ങനെ എനിക്ക് സദ്യയൊക്കെ വന്ന് കഴിക്കും. അങ്ങനെ ഞങ്ങളിതാ ഉടുപ്പി ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ചോറ് കഴിക്കണം. സദ്യ എന്നും സദ്യ എന്നും പായസം. ഇന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അല്ലെങ്കിൽ ശരിയാവില്ല. എന്നും ചിക്കനും ആ ശരിയാ. ഓരോന്നേക്ക് മാറുമാറിയിട്ടല്ലേ. അപ്പൊ ഇനി കിട്ടോ ഒരു ഓണം വൈബ്. ഇത് 2x ഇട്ടിട്ടാണ് കളയാട്ടോ.
എല്ലാ സാധനങ്ങളുമായി എല്ലാതുമായി. ഞാനിട്ട് വരുന്നുണ്ട് പെട്ടെന്ന്. ഇവിടെ ഇന്ത്യ റിഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ചോറിട്ടിട്ട് കറി ചന്തിക്കാൻ വരും. മതി മതി. സെറ്റല്ലേ? സാറ്റിസ്ഫൈഡ് അല്ലേ? ഒരു ഓണം വൈബായി പോയി. ഇന്നും കുറച്ച് സാധനം കൂടി വരുന്നുണ്ട്. രസം വന്ന്, പായസം ഉണ്ട്. ഇതെന്ത് ഇത് തൈര? തൈരാണ്. ഓക്കെ, പായസം വന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ്. രസമില്ലാതെ എന്ത് രസം. അതെ, എവിടുന്ന ഡയലോഗൊക്കെ വരുന്നത്. അപ്പൊ ഇതൊക്കെ എനിക്ക് 4 പ്ലേറ്റ് കാണിച്ചു തരാം. ഓക്കെ, വേഗം വായിന്ന് വെള്ളം വരുന്നു. പായസം വന്ന് സെറ്റ്. അപ്പോ ഫുഡൊക്കെ കഴിച്ചു. ഉഷാർ സദ്യ. ആ ഫുഡ് ഒന്നും പറയാം, കാണും. പറയാലോ. ഉടുപ്പി ഉടുപ്പി സെറ്റ് സാധനം, ഒന്നും പറയാലോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പോ എന്തായാലും പോവല്ലേ, അപ്പൊ പോണതിന് മുമ്പേ എല്ലാരും കൂടി ചെറിയൊരു റൈഡും കൂടി എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ഈവനിങ് പരിപാടീസ് ഒരു ഫാമിലി ഔട്ടിംഗ് ആണ്. എപ്പോഴത്തെയും പരിപാടി തന്നെയാണ്. പുറത്തിറങ്ങുക, ഫുഡ് കഴിക്കുക, എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പിരിയുക, അതാണ് ഉദ്ദേശിക്കണേ. ഇന്ന് വരെ പോവും ഇൻഷാല്ലാ. ഇന്ന് വരെ 3 പോവും. ഞങ്ങൾ 2 തിരിച്ച് വീട്ടിൽ തന്നെ പോരും. അപ്പൊ ഇനി കുറച്ച് ദിവസം അളിയന്റെ കളികളാവും എറണാകുളത്തെ. കണ്ടു നോക്കിയായിരിക്കും. അതെ, കുറച്ച് കാലം ഞങ്ങൾക്ക് ശേഷം ഞങ്ങൾ ജോയിൻ ആവുള്ളൂ. കൊച്ചി കണ്ടവനെ അച്ചി വേണ്ടെന്ന് പറയാ. കൊച്ചി മൊത്തം അളിയൻ കാണിച്ചു തരും നിങ്ങൾക്ക്. മൊത്തം അല്ലെങ്കിലും നമ്മുടെ ഒരു സർക്കിൾ കാണിച്ചു തരാം. കുറെ മെമ്പേഴ്സിനൊക്കെ പരിചയപ്പെട്ട് കുറെ നാളായി കൊച്ചിക്കൊക്കെ പോയിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കോയമ്പത്തൂർ ലൈഫ് തുടങ്ങും അളിയന്. അത് വേറെ തന്നെ രസമാണ് അളിയ. വളരെ വളരെ നല്ല രസമുള്ള പരിപാടിയാണ്. എന്തായാലും ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം. ബൈ ഗൈസ്. ഗൈസ്, ഇതാണ് നമ്മുടെ ജീപ്പ് ഗൈസ്. ഓൺ വർക്കാണ്. അതെ, ഇപ്പോഴത്തെ ലുക്കൊന്നും നോക്കണ്ട. ഇത് പണ്ടത്തെ പുലിയായിരുന്നു. ഇൻഷാല്ലാ ഒരു 2 മാസത്തിൽ നമ്മൾ കൂട്ടനങ്ങ് ഇറങ്ങുന്ന വണ്ടിയുടെ മൊയിലാളി ഹുസൈനിക്ക. ഏതാ സാധനം, ഫുൾ മെറ്റലാ. ഇതാണ് സാധനം ഗൈസ്. അപ്പൊ ബാക്കി ഇത് പണിത് ഇറക്കി കഴിഞ്ഞിട്ട് കാണിച്ചത് ഇൻഷാ അല്ലാഹ്. ബൈ.